നമസ്കാരം. ശ്രീനാഥ് നമ്പൂതിരിയാണ്. 2026 വ്യാഴമാറ്റത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിന്തിച്ചിട്ടുള്ളത് വളരെയധികം അനുകൂലം വന്നു ചേരും എന്നുള്ളത് കർക്കിടക്കൂറിനെ ചിന്തിച്ചിട്ടാണ് പല ആൾക്കാരും ചിന്തിച്ചിട്ടുള്ളത്. ഒന്നാമത് കാരണം കർക്കിടക്കൂറിലാണ് ഈ വ്യാഴം സംക്രമിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കർക്കിടക്കൂറ് എന്നുള്ളത് വ്യാഴത്തെ സംബന്ധിച്ച് അത്യുച്ച ക്ഷേത്രവും തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ വ്യാഴത്തിൻ്റെ പൂർണ്ണ അനുകൂല സ്ഥിതിയല്ല കർക്കിടക്കൂറുകാർക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർക്കിടക്കൂറുകാരുടെ ജീവിതത്തിൽ ആകസ്മികമായ പല പല സംഭവങ്ങളും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഈ വ്യാഴത്തിൻ്റെ ഒരു പൂർണ്ണ അനുകൂലം എന്തേ ഇല്ലാത്തത് എന്നാണെങ്കിൽ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഈ വ്യാഴത്തിൻ്റെ അനുകൂല പ്രതികൂലങ്ങൾ, അതായത് ആ രാശിയുടെ വിശേഷവും വ്യാഴത്തിൻ്റെ ദൃഷ്ടികേന്ദ്ര യോഗങ്ങളും ചേരുമ്പോഴാണ്, അതുപോരാതെ ജാതകത്തിൽ ആ വ്യാഴത്തിൻ്റെ സ്ഥിതി ഏത് തരത്തിലാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ഈ ഒരു ഫലത്തെ നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുക. അങ്ങനെ നോക്കുമ്പോൾ കർക്കിടക്കൂറിൽ പെട്ടിട്ടുള്ള പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ കർക്കിടക്കൂറിലാണെങ്കിൽ തന്നെ ആയില്യം നക്ഷത്രം കഴിഞ്ഞാൽ പൂയം എന്നുള്ള നക്ഷത്രവും പുണർദം എന്നുള്ളതും വളരെയധികം വിശേഷപ്പെട്ടതാണ്. എന്തെന്നാൽ ഈ വ്യാഴത്തോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന നക്ഷത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി വളരെയധികം കരുതലോടുകൂടി നീങ്ങുന്ന ഈ കർക്കിടക്കൂറുകാർക്ക് മാത്രമേ നേർമയിൽ കിട്ടാൻ സാധ്യതയുള്ളൂ. അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കർക്കിടക്കൂറിൽ നിന്ന് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് ഈ ഒരു രാശിയുടെ 5, 7, 9 ഭാവങ്ങളിലേക്കാണ് എന്ന് നമ്മൾക്കറിയാം. അങ്ങനെയെങ്കിൽ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 5ാം ഭാവമായ ആ ഒരു വൃശ്ചികൻ രാശിയിലേക്കും അതോടൊപ്പം തന്നെ 7ാം ഭാവമായ മകരൻ രാശിയിലേക്കും അതോടൊപ്പം തന്നെ ധർമ്മക്ഷേത്രമായ മീനൻ രാശിയിലേക്കുമാണ് ദൃഷ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മീനക്ഷേത്രത്തിലുള്ള ശനി വക്രസഞ്ചാരം ആരംഭിക്കാൻ തുടങ്ങുന്നു ഏതാണ്ട് ഈ ഒരു മാസം അവസാനത്തോടു കൂടി. അങ്ങനെയെങ്കിൽ വളരെയധികം കരുതലുകളാണ് ഈ ഒരു കർക്കിടക്കൂറുകാർ കൈകാര്യം ചെയ്യേണ്ടത്. ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും അതീവ ശ്രദ്ധയുണ്ടാവേണ്ടതാണ്. ധർമ്മശ്ച തപശ്ച മനശ്ച നൂനഹ. ഇത്തരം ധർമാദി കാര്യങ്ങളിലൊക്കെ വളരെയധികം മനസാന്നിധ്യം കുറയുന്നതായിട്ട് കാണാം. അതോടൊപ്പം തന്നെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ വളരെയധികം സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ഇനിയിപ്പോൾ ഈ ശുക്രൻ്റെയും മറ്റും ആ രാശി സഞ്ചാര മാറ്റം വരാൻ വേണ്ടി പോവുകയാണ്. അതിൽപ്പെട്ട് തന്നെ പലതരത്തിലുള്ള ഭംഗയോഗങ്ങളും ഈ കർക്കിടക്കൂറുകാർക്ക് ഇനി സാമ്പത്തികമായിട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ. അത്തരത്തിൽ കരുതലോടുകൂടി നീങ്ങണം എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. പിന്നീട് കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവരുടെ 5ാം ഭാവമായ ഈ ബുദ്ധിയെ സംബന്ധിക്കുന്നതും തേജസ്സിനെ സംബന്ധിക്കുന്നതും ആത്മപ്രഭാവത്തെ ചിന്തിക്കുന്നതുമായ ആ രാശി എന്നുള്ളത് കുജന്റെ ക്ഷേത്രമായ ചൊവ്വ ക്ഷേത്രമായ വൃശ്ചികൻ രാശിയാണ്. ഈ വൃശ്ചികൻ രാശിയുടെ അധിപനായ ചൊവ്വ മഹാര രുചകയോഗത്തിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി പോവുകയാണ്. അത്തരത്തിൽ ഇതിനെ കണ്ടറിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ വളരെ അനുകൂല സ്ഥിതി കൊണ്ടുവരാൻ ഈ കർക്കിടക്കൂറുകാർക്ക് സാധിക്കും. സാമ്പത്തികമായ കഷ്ടതകൾ വിട്ടുമാറും. അതോടൊപ്പം തന്നെ സന്താനങ്ങൾക്കുള്ള ക്ലേശങ്ങളും വിഷമങ്ങളും വിട്ടുമാറും. മധ്യവയസ്സിന് മുകളിലുള്ളവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ശിരോരോഗം, അതോടൊപ്പം തന്നെ തൊണ്ട സംബന്ധിക്കുന്ന അസുഖങ്ങൾ, ഉദരരോഗം, പാദരോഗം, ഇതൊക്കെ ദീർഘനാളുകളായിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ് ഈ കർക്കിടക്കൂറിൽപ്പെട്ടിട്ടുള്ള കുറേ ആൾക്കാരെങ്കിലും ഇത്തരത്തിലുള്ള രോഗശാന്തി ഉണ്ടാവുന്നതാണ്. അതോടൊപ്പം തന്നെ ദേവീക്ഷേത്ര ദർശനം ചെയ്യുന്നത് വളരെ മുഖ്യമായി ചെയ്യേണ്ടതാണ്. ഈ ജൂലൈ മാസം, ഓഗസ്റ്റ് മാസത്തോടു കൂടിയിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ കർക്കിടക മാസം വരാൻ വേണ്ടി തുടങ്ങുകയാണ്. അടുത്തുള്ള ദേവീക്ഷേത്രത്തിലും മറ്റുള്ള എല്ലാ അനുകാലിക ക്ഷേത്രങ്ങളിലും ഇന്നിപ്പോൾ നടത്തി വരാറുണ്ട് ഭഗവതി സേവയും ഗണപതി ഹോമമൊക്കെ ആയിട്ട്. അതിലൊക്കെ നിങ്ങൾക്ക് പങ്കാളികളാവാൻ സാധിക്കണം കർക്കിടക്കൂറുകാർ. അതോടൊപ്പം തന്നെ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക. ഇത്തരത്തിലൊക്കെ ചേർന്ന് നിൽക്കുമ്പോൾ വളരെയധികം മനസാന്നിധ്യം നിങ്ങളുടെ എല്ലാ കർമ്മത്തിലും ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അത്തരത്തിൽ 7ാം ഭാവത്തിലേക്കാണ് പിന്നീട് ആ വ്യാഴത്തിൻ്റെ ഒരു അനുകൂല സ്ഥിതി നമ്മൾ നേടിയെടുക്കേണ്ടത്. ദാമ്പത്യ ജീവിതത്തിൽ ക്ലേശങ്ങളുള്ളവർക്കത് പൂർണ്ണമായി വിട്ടുമാറുന്നതും പരസ്പരം ഒരു ഐക്യതയോടുകൂടി പോകുന്നതും തെറ്റിദ്ധാരണകൾ വിട്ടുമാറുന്നതും അതോടൊപ്പം തന്നെ തുറന്നുള്ള സമീപനവും ഒക്കെ ജീവിതത്തിൽ വന്ന് കിട്ടുന്ന ഒരു കാലഘട്ടമാണ് കർക്കിടക്കൂറുകാർക്ക് ഈ ഒരു വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി. ഏതാണ്ട് 12 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു അനുകൂലം എന്ന് വേണം ഓർക്കാൻ. അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധയുണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു അനുഭവത്തെ നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ സാധിക്കും. പരസ്പരം പങ്കാളികളിൽ നിന്നുള്ള ഒരു സ്നേഹപ്രകടനം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ധർമ്മക്ഷേത്രത്തിലുള്ള ശനിയുടെ ഈ ഒരു സഞ്ചാരം വളരെയധികം ദുഷ്കരമാക്കിയിരിക്കുകയാണ് ഈ കർക്കിടക്കൂറുകാരെ. എല്ലാത്തിൽ നിന്നും മനസാന്നിധ്യം വിട്ടുപോവുക, അതോടൊപ്പം തന്നെ കർമ്മപരമായി വളരെയധികം വെല്ലുവിളികൾ ഉണ്ടാവുക, അനകാരണമായി ശത്രുക്കൾ ഉണ്ടാവുക, കൂട്ടത്തിലുള്ളവരിൽ നിന്നും ചതിവുകൾ ഉണ്ടാവുക, ഇത്തരത്തിലുള്ള പല സംഗതികളും നമുക്ക് കാണാൻ സാധിക്കും. ഇത് പ്രവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ പല ആൾക്കാരും ഇത് വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അത്തരത്തിൽ ഈ കർക്കിടക്കൂറുകാർക്ക് വളരെയധികം ഒരു അനുകൂല കാലഘട്ടമാണ്. എല്ലാവർക്കും
അതിനുള്ള കൃത്യമായ ഉത്തരം അവനവൻ്റെ കർമ്മത്തിലൂടെ കൊടുക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുകയാണ്. ശനിക്ഷേത്ര ദർശനം ചെയ്യുക, ശനീശ്വരായ നമ എന്നുള്ള മഹാമന്ത്രമാണ്. നമ്മൾക്കത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. അത് ജപിച്ചാൽ തന്നെ എത്രയോ പേര് ഇപ്പം അത് ജപിക്കുകയാണ്. അതിനെ കൊണ്ടുള്ള ഒരു മനസാന്നിധ്യം ഒന്ന് വേറെ തന്നെയാണ്. അവനവൻ്റെ കർമ്മങ്ങൾ അവനവൻ്റെ സാന്നിധ്യത്തോടു കൂടി ചെയ്യുമ്പോഴാണ് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ പൂർത്തിയാക്കാൻ സാധിക്കുക. അതിനൊക്കെ ഈ ശനി എന്നുള്ളത് വളരെ കാരകനാണ്. അതുകൊണ്ട് തന്നെ ഈ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു കർക്കിടകൂറുകാർക്ക് ഈ യോഗങ്ങൾ ചേർത്ത് വെക്കാൻ വളരെയധികം നല്ലതാണ്. ജന്മവ്യാഴം എന്നുള്ളത് അത്ര അനുകൂലമുള്ള ഒരു യോഗമല്ല. അതുകൊണ്ട് തന്നെ ജന്മവ്യാഴം എന്നുള്ളത് തെറ്റിദ്ധരിക്കേണ്ട, വളരെ നല്ലതാണെന്നുള്ളത്. ജന്മവ്യാഴം എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കൂ, അത്രയധികം ശക്തിപ്രദായകനായ ഈ വ്യാഴമാണ് കർക്കിടകൻ രാശിയിലൂടെ സഞ്ചരിക്കുന്നത്. വ്യാഴത്തിൻ്റെ പൂർണ്ണശക്തിയാണ് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. എല്ലാ സത്തുക്കളിലും നമ്മൾ ചിന്തിക്കുന്നത് വ്യാഴത്തെയാണ്. സഗുണങ്ങളിൽ പെട്ടിട്ടുള്ളതാണ് വ്യാഴം. അങ്ങനെ എല്ലാ ഗുണങ്ങളോടും കൂടി ചേർന്ന് നിൽക്കുന്ന ഏതാണ്ട് എല്ലാ വസ്തുക്കളുടെയും മൂല്യം നിശ്ചയിക്കുന്നത് ഈ വ്യാഴത്തെ കൊണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഈ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയെ ചേർത്തുകൊണ്ട് കർക്കിടകൂറുകാരുടെ ജീവിതത്തിൽ ധാരാളം അനുകൂലങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.